പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. ലോകസുഖമേകും സന്തോഷം നശ്വരമതല്ലോ, ലോകത്തിൽ നാം നേടും സമ്പാദ്യം നഷ്ടമാകുമല്ലോ. ഒരിക്കൽ പിരിയും ഉലകപ്പുരി നാം, മരിക്കും നാളിനെ നിനക്കാനാകുമോ? ചിന്തിക്കുമോ സോദര? കാലചക്രം നീങ്ങിടുമ്പോൾ നാം മുപ്പ് നീങ്ങിടും, കാതമേറെ പോയിടുമ്പോൾ അന്ത്യനാളെടുത്തിടും. വിനോദ പ്രകടനം കണ്ട് നാം ചിരിക്കാറുണ്ട്. അടുത്ത നിമിഷത്തിൽ വിഷാദത്താൽ ചിന്താകുലരാകുന്നു. പണം കിട്ടിയാൽ സമാധാനിക്കാം എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ഓർക്കുക, പണക്കാർ പലരും അസ്വസ്ഥരാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. വിദ്യാസമ്പന്നരായ എത്രയോ പേർ ജീവിതം മടുത്ത് അത് അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നു. സംസ്കാര സമ്പന്നരായ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ അവരുടെ സംസ്കാര ശൂന്യതയല്ലേ വെളിപ്പെടുത്തുന്നത്? മദ്യത്തിലും മയക്കുമരുന്നിലും അഭയം കണ്ടെത്തുന്നവരുടെ എണ്ണം ഇന്ന് കൂടുകയാണ്. ഇത്തരം വിപത്തുകളെ വിശകലനം ചെയ്ത് വിടുതലിനുള്ള വഴി കണ്ടെത്തുമെങ്കിൽ അത് നമ്മിലെന്നും കെടാവിളക്കായി ജ്വലിക്കും. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അന്വേഷകരുടെയും ആവശ്യബോധമുള്ളവരുടെയും ന്യായമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ തക്കവണ്ണം പിന്നെയും ഒരവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ ചോദ്യോത്തര പരിപാടിയിൽ എനിക്ക് കുറച്ചും കൂടി അറിയാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു ടോപ്പിക്ക് ന്യായവിധി എന്നുള്ളതാണ്. അപ്പോൾ ഈ ന്യായവിധി ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് എന്നുള്ളതൊന്ന് പ്രാരംഭമായിട്ട് വ്യക്തമാക്കാമോ? എബ്രായലേഖനം 9:27 മരണത്തോടുള്ള ബന്ധത്തിലാണ് ന്യായവിധി പറഞ്ഞിരിക്കുന്നത്. നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം മരണവും മരണാനന്തര വസ്തുതകളെക്കുറിച്ചാണ്. അതെ. എബ്രായർ 9:27 നമ്മൾ വായിക്കുന്നത്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഇൻ ടു മാൻ വൺസ് ടു ഡൈ ആൻഡ് ദെൻ ജഡ്ജ്മെന്റ്. ന്യായവിധി ദൈവം നിയമിച്ചിരിക്കുന്ന, മരണം നിയമിച്ചിരിക്കുന്ന പോലെ തന്നെ ന്യായവിധി നിയമിച്ചിരിക്കുന്ന ബൈബിൾ അങ്ങനെ പറയുന്നു അല്ലേ? അങ്ങനെ പറയുന്നു. മരണം മനുഷ്യന് മാറ്റാൻ കഴിയാത്തതുപോലെ മരണശേഷമുള്ള ന്യായവിധിയും മനുഷ്യന് മാറ്റാൻ സാധ്യമല്ല. ഡാനിയൽ വെബ്സ്റ്റർ എന്ന് പറയുന്ന വലിയ ഒരു മനുഷ്യൻ ലോകത്തിലുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്മാൻ. ഡാനിയൽ വെബ്സ്റ്റർ എന്ന് പറയുന്ന വലിയ ഒരു മനുഷ്യൻ ലോകത്തിലുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്മാൻ. അദ്ദേഹം ഒരു ചെറുപ്പക്കാര് ഉള്ള ഒരു ലഞ്ചൻ, ഒരു പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആളുകളൊക്കെ നിസ്സാരമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം തന്റെ പ്ലേറ്റിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റിൽ എഴുതിക്കൊണ്ടിരിക്കുക തനിയെ. ഈ വലിയ മനുഷ്യന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനും സംഭാഷണത്തിൽ ഏർപ്പെടുത്താനായിട്ടും തന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ച ആതിഥേയൻ തന്നോട് ചോദിച്ചു, അങ്ങയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ ഏറ്റവും വലിയ ചിന്ത എന്താണെന്ന് ചോദിച്ചു. ഡാനിയൽ വെബ്സ്റ്റർ ഒന്നും മടിക്കാതെ പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ഏറ്റവും വലിയ ചിന്ത എന്നെക്കുറിച്ച്, ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഒരിക്കൽ കണക്ക് കൊടുക്കണമെന്നുള്ളതാണ്. ശരി. അപ്പം എല്ലാ മനുഷ്യനും മനുഷ്യനായി പിറന്നിട്ടുള്ളവർക്ക് ദൈവസന്നിധിയിൽ ഒരു കണക്ക് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ കണക്ക് കൊടുക്കുന്ന ദിവസത്തിനാണ് ന്യായവിധി എന്ന വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാധാരണ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ മരിച്ചതിന് ശേഷം ഒരു കൂട്ടം ആൾക്കാരെ ശിക്ഷാവിധിയിലേക്കും ഒരു കൂട്ടം ആൾക്കാരെ അനുഗ്രഹത്തിലേക്കും അങ്ങ് നടത്തുകയാണെന്നുള്ളൊരു പൊതുവായിട്ടുള്ള ചിന്തയാണ് ആൾക്കാർക്കുള്ളത്. എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്കും അങ്ങനെയുള്ള ന്യായമായ ചോദ്യങ്ങളുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജനറലായിട്ടൊരു പെട്ടെന്നുള്ളൊരു ന്യായവിധിയാണോ, അതോ അതിന് പ്രത്യേക സമയവും ക്രമവും ഒക്കെ ഉണ്ടോ? സാധാരണ ക്രിസ്ത്യ സമൂഹത്തിൽ തന്നെ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ലോക ജനതയെ ന്യായം വിധിച്ച് ഒരു കൂട്ടരെ നരകത്തിലോട്ട് വിട്ട് തള്ളിക്കളയുമ്പോൾ ഒരു കൂട്ടരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. പൊതുവായൊരു ധാരണ എങ്ങനെയാണ്? അങ്ങനെ ഒരു ധാരണയുണ്ട്. എന്നാൽ അതല്ല ധാരണ. അതോടുകൂടെ തെറ്റായ ഒരു ധാരണയുണ്ട്. മരിച്ച ശേഷം നരകത്തിൽ പോകേണ്ടിയവരെ ചില കർമ്മങ്ങൾ ഇവിടെ നിർവഹിച്ചാൽ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകാവുന്ന ഒരു ധാരണയുണ്ട്. വളരെ വളരെ നല്ലൊരു ജനകൂട്ടത്തിന് ആ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് പല കർമ്മങ്ങളും അതിന്റെ ശേഷം നടത്തുന്നത്. എന്നാൽ ഈ വാക്യം എങ്ങനെയാണ് അതിന്റെ മറുപടി പറയുന്നത്? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഞാനത് ഉദ്ധരിച്ചാണെങ്കിലും എബ്രായലേഖനം 9-ാം 27 വാക്യം ഞാൻ പറയുന്നതല്ല, വിശുദ്ധ വേദപുസ്തകം പറയുന്നതാണ്. സാറേ, ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് എടുത്താട്ടെ. പുതിയ നിയമത്തിൽ 229 പേജ് എബ്രായലേഖനം 9-ാം 27 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ മതി. ഒരിക്കൽ മരിക്കുക, പിന്നെ ന്യായവിധി നിയമിച്ചിരിക്കുകയാണ്. മരിച്ച ശേഷം എന്തെങ്കിലും വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ബൈബിൾ അതല്ലേ പറയുന്നത്? മരിച്ച ശേഷം ഒരു ന്യായവിധി മനുഷ്യർക്കായി ദൈവം നിയമിച്ചിരിക്കുക. മരണം നിയമിച്ചിരിക്കുന്ന പോലെ തന്നെ മരണശേഷമുള്ള ന്യായവിധി നിയമിച്ചിരിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത തീരുമാനങ്ങളെ ആസ്പദമാക്കി അവൻ്റെ ന്യായവിധിയും കടന്നു വരികയാണ്.
മരിക്കുന്നത് വരെ അവൻ ചെയ്ത പ്രവൃത്തികളോ അല്ലെങ്കിൽ അവനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളുടെ കണക്കുകളാണ് ഈ ന്യായവിധി സമയത്ത് കൊടുക്കുന്നത്. എന്നാൽ അതിൻ്റെ ശേഷം അവനെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കാനോ ഒന്നും ബൈബിളിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മനുഷ്യർ പലതും പറയുകയും എടുക്കുകയൊക്കെ ചെയ്തേക്കാം. വളരെ വ്യക്തമായി ഒരിക്കൽ മരിച്ചു, മരണശേഷം ന്യായവിധിയാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ മരണം, അതിനപ്പുറമായി ന്യായവിധിയുണ്ട്. നിത്യനരകം അതു നിശ്ചയമേ, പാപികളെ വർക്കും. നിനക്കു പകരം കുരിശിൽ മരിച്ച നാഥനമേശുവിൽ ആശ്രയമർപ്പിച്ച സ്വർഗ്ഗപുരം പൂവിടാം. കാലചക്രം നീങ്ങിടുമ്പോൾ നാമം ഒപ്പം നീങ്ങിടും. കാതമേറെ പോയിടുമ്പോൾ അന്ത്യനാളെടുത്തിടും. എന്നും നാളെ മാറിടും. നീ ഉലകം വിട്ടു നാം പോയിടും. ഇതുവരെ കൂടെ വന്നവർ ഇനിയൊരിക്കലും കാണില്ല. വിരിഞ്ഞാൽ കൊഴിയും പോലെ ജനിച്ചവർ മരിച്ചിടും. വിട്ടു പോകും മൃത്യുവിനാലേ വരും. അപ്പൊ ജീവിതകാലത്ത് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യായവിധി, അല്ലേ? ന്യായവിധി വരുന്നത്. അപ്പോൾ ന്യായവിധി എന്താണെന്നൊരു ചോദ്യം വന്നേക്കാം. ന്യായവിധി എന്താണെന്നൊരു ചോദ്യം. അതെ, ന്യായവിധി എന്താണെന്നുള്ളതുകൂടെ വിശദീകരിക്കാവോ? ബൈബിളിൽ അതിന് മറുപടി കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം എടുത്താട്ടെ. യോഹന്നാൻ സുവിശേഷം യേശുക്രിസ്തു ന്യായവിധിയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഭാഗമാണോ? യേശുക്രിസ്തു ന്യായവിധിയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഭാഗമാണ്. ലോകപ്രസിദ്ധമായ വാക്യമാണ് 16-ാമത്തെ വാക്യം. ജോൺ 3:16 എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യവും ലോകപ്രസിദ്ധമായ വാക്യമാണ്. ജോൺ 3:16. അതോട് ചേർന്ന് അത് 19 വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 16 തൊട്ടങ്ങ് 19 വരെ വായിക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തുടർന്ന് വായിച്ചാട്ടെ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇതാണ് ന്യായവിധി. വളരെ ലളിതമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അയച്ചത് അവനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതിരിക്കാനാണ്. അവൻ ചരിത്രത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആവശ്യം പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. പാപത്തെക്കുറിച്ച് ബോധമുണ്ടാക്കി സ്വർഗീയ വെളിച്ചം അവൻ പകർന്നു. മനുഷ്യനറിയേണ്ട സകല കാര്യങ്ങളും യേശുക്രിസ്തു വെളിപ്പെടുത്തി. അപ്പൊ യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള ആഗമനം എന്ന് പറയുന്നത് പാപത്തിന്റെ പരിഹാരം, പാപത്തിന്റെ മോചനം മനുഷ്യന് കൊടുക്കാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. തീർച്ചയായിട്ടും ഈ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള പുതിയ പുതിയ മാർഗങ്ങളും കർമ്മങ്ങളും ഒക്കെയാണ് ഇന്നും മനുഷ്യൻ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായ പാപത്തിന് പരിഹാരം ചെയ്യാനായിട്ട് ദൈവപുത്രൻ വന്നു, അല്ലേ? ദൈവപുത്രൻ വന്നു, പാപത്തിന് പരിഹാരം വരുത്തി. ആ പാപമോചനം കൊടുക്കുവാൻ അവിടുന്ന് തയ്യാറാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നവർക്കാണോ ഈ ന്യായവിധി എന്നുള്ള വിടുതൽ എന്ന് പറയുന്നത്? 18-ാം വാക്യം വായിച്ചാട്ടെ. 18-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. അടുത്തത്, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അടുത്തത് പറയുന്നുണ്ട്, എന്താണ് ആ ന്യായവിധി? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് പകരം, ദൈവം ഒരിക്കൽ രക്ഷ കരസ്ഥമാക്കുന്നതിന് പകരം അതിനെക്കാട്ടിൽ ഇരുളിനെ സ്നേഹിക്കുന്നു, പാപത്തെ സ്നേഹിക്കുന്നു, പാപവഴികളിൽ നടക്കുന്നു. അതാണ് ന്യായവിധി. അത് ഉപേക്ഷിച്ചുകൊണ്ട് മാനസാന്തരം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ അന്തരമാണ്, തിരിഞ്ഞു വരികയാണ്, എബൌട്ട് ടേൺ. പാപത്തിൽ രസിച്ച് പാപത്തിൽ ഇമ്പങ്ങൾ കണ്ടെത്തി ജീവിച്ച മനുഷ്യനോട് അത് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ അവന് ന്യായവിധിയില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ന്യായവിധി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ന്യായമായ സംശയവും ചോദ്യവും ആയിരിക്കാം ഇത്. ന്യായവിധി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ആ മനുഷ്യൻ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടെടുക്കുന്ന ഏറ്റവും വലിയൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അഥവാ കർത്താവിൽ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ശിക്ഷ അല്ലെ ന്യായവിധി. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ വായിച്ചത്. ശരി. ഇരുളിനേക്കാട്ടിലധികം വെളിച്ചത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് ന്യായവിധി. ആ വെളിച്ചം കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരു മനുഷ്യന് ലോകത്ത് ജീവിക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത്, അല്ലേ? അതെ, വെളിച്ചമെന്ന് പറഞ്ഞ അവനെ സ്വീകരിക്കുക എന്നുള്ളത്, അവനെ അംഗീകരിക്കുക. അല്ലാതെ എന്റെ സ്വന്തം യാതൊരു പ്രവൃത്തി കൊണ്ടും അങ്ങേ ലോകത്തേക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുകയില്ല. ഈ പ്രവൃത്തികളെ കുറിച്ച് ബൈബിള് പറയുമ്പോൾ വളരെ ന്യായമായ ഒരു സംശയം വരുന്നു. പ്രവർത്തിച്ച് ദൈവസന്നിധിയിൽ നീതീകരണം കിട്ടും. മതങ്ങളെല്ലാം
പറയുന്ന ഒരു വസ്തുത ഏതാണ്? ക്രിസ്തു മതവും അതാ പറയുന്നത്. പ്രവർത്തിച്ച് നീതീകരണം പ്രാപിക്കുക, പ്രവർത്തിച്ച് രക്ഷപ്പെടുക. മതങ്ങളെല്ലാം ക്രിസ്തു മതവും അങ്ങനെ പഠിപ്പിക്കുന്നത്. എന്നാൽ കർത്താവ് പഠിപ്പിച്ച അതല്ല, ക്രിസ്തുവിന്റെ മാർഗവും അതല്ല. ശരി, പ്രവർത്തിച്ച് രക്ഷപ്പെടാനല്ല പറഞ്ഞത്. നോക്കുക, ദൈവം മനുഷ്യനെ അന്വേഷിച്ചിറങ്ങി വന്നു. ദൈവം മനുഷ്യന് വേണ്ടി സകലവും ചെയ്തു. അവൻ ഈ രക്ഷ സൗജന്യമായി ദാനമായി കൊടുക്കുന്നു. അവൻ കൊടുക്കുന്നത് മേടിച്ച് നന്ദി പറഞ്ഞാൽ മതി. തന്നെയല്ല, പ്രവർത്തിച്ച് രക്ഷപ്പെടാനായിരുന്നെങ്കിൽ പിന്നെ കർത്താവ് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. അവൻ വന്ന് പ്രവർത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ന് പ്രവർത്തിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഹലുവ നല്ലതാണ്. ഹലുവ, നല്ല ഹലുവ തിന്നാൻ നല്ല, പ്രത്യേകിച്ച് കോഴിക്കോട് ഹലുവ ഒക്കെ വളരെ ഫേമസ് നല്ലതാണ്. ഒരു ഹലുവ ഒരാൾ എനിക്ക് തന്നാൽ ഞാൻ മേടിച്ച് കഴിക്കും. എന്നാൽ കൈകൾ കുഷ്ഠരോഗം വന്ന് വിരലുകളെല്ലാം പോയ ഒരു മനുഷ്യൻ ആ മുറിഞ്ഞ കരങ്ങളിൽ ഒരു കഷ്ണം ഹലുവ എടുത്ത് തിന്നെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ തിന്നുമോ? ഒരിക്കലുമില്ല. പാപമംഗലമായ മനുഷ്യന്റെ പാപത്തെ ബൈബിൾ വെളിപ്പെടുത്തുന്നു കുഷ്ഠമായിട്ട്. പാപമംഗലമായ കരങ്ങൾ കൊണ്ട് ദൈവത്തിന് കൊടുക്കുകയാണ് അവൻ ഓരോന്നും. ആ കരങ്ങൾ കൊണ്ട് വിശുദ്ധനും നിർമ്മലമായ ദൈവത്തിന് അത് മേടിപ്പാൻ കഴിയുമോ? സാധ്യമാണ്. എനിക്കൊരു കുഷ്ഠരോഗി വെച്ച് നീട്ടുന്ന ഹലുവായുടെ കഷ്ണം മേടിച്ച് തിന്നാൻ മടിയാണെങ്കിൽ വിശുദ്ധനും നിർമ്മലനും പാപം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളതായ ദൈവം ഒരു പാപിയായ മനുഷ്യന്റെ നീതിപ്രവൃത്തികൾ എങ്ങനെ അംഗീകരിക്കും? എന്നാൽ അവൻ ആ ദൈവത്തിന്റെ ശുദ്ധീകരണം, അവനെ രോഗസൗഖ്യം, പാപരോഗത്തിൽ നിന്നും മോചനം പ്രാപിച്ചാൽ പിന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് വിലയുണ്ടല്ലേ? പിന്നെ ഉള്ള പ്രവൃത്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാ ബൈബിൾ പഠിപ്പിക്കും. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലും തീത്തോസിലൊക്കെ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് വായിക്കുന്ന അവർ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. അപ്പൊ ആത്മരക്ഷയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. ആത്മരക്ഷ സൗജന്യമാണ്. സൗജന്യമായി ആത്മരക്ഷ പ്രാപിച്ചവർ നല്ലത് പ്രവർത്തിക്കണം. അതിന്റെ ഒരു തെളിവെന്ന നന്ദി പ്രകാശനം എന്നുള്ള നിലയിൽ നല്ല ജീവിതം നയിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പ്രകടമാക്കണം നമ്മൾ വ്യത്യസ്തരാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവൻ സെബുലുവിന്റെയും നഫ്താലിയുടെയും പ്രദേശത്തൂടെ നടന്നപ്പോൾ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അതെങ്ങനെ കർത്താവ് അതിലേ പോയപ്പോൾ അവർ വെളിച്ചം കണ്ടേ? കർത്താവ് ഒരു റാന്തൽ കത്തിച്ചുകൊണ്ട് പോയതാണോ? കർത്താവ് തന്നെ ലോകത്തിന്റെ വെളിച്ചമാ. എങ്ങനെയാണ് അവർക്ക് ഇരുട്ടിൽ നിന്ന് ജനത്തിന് വെളിച്ചം ഉണ്ടായത്? കർത്താവ് അതിലെ സെബുലുവിന്റെയും നഫ്താലിയുടെയും പ്രദേശത്തൂടെ നടന്നു. അവിടെ ഉള്ളവരെങ്ങനെയാണ് വെളിച്ചം കണ്ടേ? അവന്റെ സൽപ്രവൃത്തികളും അവന്റെ നല്ല വാക്കുകളും പാപത്തിലും സ്വയത്തിലും നിറഞ്ഞ മനുഷ്യനെ തിരിഞ്ഞു നോക്കുവാൻ ഇടയാക്കി മാറ്റി. യേശുക്രിസ്തു പറഞ്ഞ വാക്ക്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നാൽ ശിഷ്യന്മാരോട് പറയുമ്പോൾ ആ പദം അപഗ്രഥിച്ചാൽ, ഞാൻ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ലോകത്തിന്റെ വെളിച്ചമാണ്. ആസ് ലോങ് ആസ് ഐ ആം ഇൻ ദിസ് വേൾഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ ലോകത്തിൽ വെളിച്ചം പകർന്നത് അവന്റെ പ്രവൃത്തി കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിങ്ങളുടെ വെളിച്ചം മനുഷ്യർ മുന്നിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുമ്പോൾ, അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ മനുഷ്യർ കണ്ടിട്ട് സ്വർഗ്ഗസ്വനായ ദൈവത്തെ മഹത്വപ്പെടുത്തണം. വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എടുത്തു പറഞ്ഞു അടുത്ത വാക്യത്തിൽ, അങ്ങനെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗ്ഗസ്വനായ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ നിർഭാഗ്യവശാൽ ലോകത്തിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാരും മത നേതാക്കന്മാരൊക്കെ അതിന്റെ ക്രമം, അതിന്റെ ഓർഡർ മാറ്റിക്കളഞ്ഞു. പ്രവൃത്തികൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയല്ല, ആത്മരക്ഷ ദൈവം ഒരുക്കിയതാണ്, അത് സൗജന്യമായിട്ട് ദൈവം തരുന്നതാണ്. അത് ലഭിച്ചു കഴിയുമ്പോൾ അതിന്റെ ഒരു എക്സിബിഷൻ എന്നുള്ള നിലയിൽ അത് പ്രദർശിപ്പിക്കുവാൻ നല്ല പ്രവൃത്തികൾ ദൈവം ആവശ്യപ്പെടുന്നു മാത്രമേ. യാക്കോബിന്റെ ലേഖനം മുഴുവൻ അതാ പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രവൃത്തിയുണ്ട്. അവിടെ യാക്കോബ് ചോദിക്കുന്നുണ്ട്, നിന്റെ വിശ്വാസം ഒന്ന് കാണിക്കാൻ പറയുന്നുണ്ട്. പ്രവൃത്തി കൂടാതെ ഒരുത്തന് വിശ്വാസം കാണിക്കാൻ ഒക്കത്തില്ല. ഞാനൊരു കാര്യം ഞാൻ ബിഹേവ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നതിനെ ആസ്പദമാക്കിയ. അപ്പൊ വിശ്വാസവും പ്രവൃത്തിയും ഒരേ നിലയിൽ പോകുന്നത്. ഞാൻ എന്തിനെ വിശ്വസിക്കുന്നു അതാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരുത്തൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടെങ്കിൽ അവന്റെ ബിഹേവിയറിൽ അത് കാണിക്കും. അതാണ് യാക്കോബ് ചോദിക്കുന്നത്, നിന്റെ വിശ്വാസം ഒന്ന് കാണിച്ച പ്രവൃത്തി കൂടാതെ കാണിക്കാനൊക്കില്ല. നീ രക്ഷിക്കപ്പെട്ടെങ്കിൽ, ഒരു ദൈവവേദലായി തീർന്നെങ്കിൽ, യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷകനുമായി സ്വീകരിച്ചെങ്കിൽ നിന്റെ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടും. ആ പ്രവൃത്തി ഇല്ലെങ്കിൽ യാക്കോബ് പറയുന്നു നിന്റെ വിശ്വാസം നിർജ്ജീവമാണ്. വാസ്തവത്തിൽ ഈ വെളിച്ചമായ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർ അതിന്റെ പ്രതിഫലനമായി നല്ല പ്രവൃത്തികൾ ചെയ്യും. നല്ല പ്രവൃത്തികൾ മോക്ഷത്തിൽ പോകാനല്ല, മോക്ഷത്തിൽ പോകുമെന്നുള്ളതിന്റെ ഉറപ്പുകൊണ്ട് അല്ലേ? മോക്ഷത്തിൽ പോകുന്നവർ, രക്ഷ ഉറപ്പായിട്ട് ലഭിച്ചിട്ടുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയാണ് ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരയെ കൊണ്ടുപോയിട്ട് കുതിരവണ്ടിയുടെ പുറകിൽ കെട്ടുന്ന ഒരു ക്രമീകരണം, ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതിയാണ് ലോകത്തിലെ അനേക ആൾക്കാരും ചെയ്യുന്നത്. കാരണം ആത്മരക്ഷ പ്രവൃത്തിയോട് ബന്ധപ്പെട്ട് ഈ നിലയിലാണ് വിശദീകരിച്ചത് സത്യമെങ്കിൽ ബൈബിൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ പ്രവൃത്തി എന്നുള്ളതിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കാണിക്കട്ടെ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലെ
എഫേസ്യർ 2:10 വളരെ മനോഹരമായൊരു വാക്യമാണ്. ഈ പ്രവൃത്തിയുള്ള ബന്ധത്തിൽ നമുക്കത് മനസ്സിലാക്കി തരുന്നു. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മളെ എന്തിനാ വീണ്ടും സൃഷ്ടിച്ചത്? സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മളെ വീണ്ടും സൃഷ്ടിച്ചു. നാം അത് ചെയ്തു പോരുവാൻ ദൈവം മുന്നമേ ഒരുക്കിയിരിക്കുന്നു. തീത്തോസ് 2 എടുത്താട്ടെ, കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് തന്നെത്താൻ കൊടുത്തതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇത്രയും ഗൗരവമായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം എടുത്ത് കാണിക്കുകയാണ്. തീത്തോസ് ലേഖനം 2-ാം അധ്യായം വായിച്ചു സാറേ. അതിൻ്റെ 14-ാം വാക്യം നോക്കിയാട്ടെ. 14-ാം വാക്യം, തീത്തോസ് 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കണമെന്ന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. സൽപ്രവൃത്തികളിൽ ആയിരിക്കാൻ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് ഇംഗ്ലീഷിൽ വായിച്ചാൽ that we should be a people of his own who is zealous in good works. അവൻ അവകാശപ്പെടുന്ന ഒരു കൂട്ടം ജനം അവർ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. അത് ചെയ്തു പോരാൻ ദൈവം മുന്നമേ കരുതിയെന്ന എഫേസ്യർ ലേഖനത്തിൽ വായിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടാനായിട്ടല്ല പ്രവർത്തിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവർ നല്ലത് പ്രവർത്തിപ്പാനായിട്ട് യേശുക്രിസ്തു അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പിതാവായ ദൈവം അത് ആഗ്രഹിക്കുന്നു. നാം വാസ്തവത്തിൽ ദൈവം പറഞ്ഞ ഓർഡറിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നെങ്കിൽ എത്രയോ വ്യക്തികൾക്ക് ഈ മോക്ഷത്തിന് വേണ്ടിയുള്ള ഈ പ്രവൃത്തികളൊക്കെ നിർത്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ശേഷം അവരുടെ ജീവിതത്തിലൂടെ ആ പ്രവൃത്തികൾ വെളിപ്പെട്ടു വന്നേനെ. അതെ. ഞാൻ എൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു പേന സാറിന് സമ്മാനം തരുന്നു എന്ന് പറയുമ്പോൾ ഈ പേനായ്ക്ക് വേണ്ടി ഞാൻ തരുന്ന സമ്മാനം ഓഫർ അക്സെപ്റ്റ് ചെയ്യാതെ ഈ പേനായ്ക്ക് വേണ്ടി സാറ് കിടന്ന് കഷ്ടപ്പെടുന്ന പറഞ്ഞ പോലെയാണ് ലോകത്തിലെ ആൾക്കാർ മോക്ഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. എക്സാക്ട്ലി. സാൽവേഷൻ എഫേസ്യർ ലേഖനത്തിൽ വായിക്കുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികൾ കാരണമല്ല. കൃപയാലല്ലോ വിശ്വാസം മൂലം. അതും ദൈവത്തിന്റെ ദാനമാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം രക്ഷ ഗിഫ്റ്റായിട്ട് തരുന്നു. ഒരാളൊരു ഗിഫ്റ്റ് തന്നാൽ നമ്മൾ പൈസ കൊടുക്കണം? നമ്മൾ അധ്വാനിക്കേണ്ട കാര്യമില്ല, പൈസ കൊടുക്കേണ്ട കാര്യം ഒന്നും ചെയ്യണ്ട. ഗിഫ്റ്റ് മേടിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ കേൾവിക്കാരായിരിക്കുന്ന ഒത്തിരി പേര്, വലിയൊരു ജനം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു യാചകൻ, ഞാൻ കൈ നീട്ടിയത് കൊണ്ടാണ് താങ്കൾ തന്ന പൈസ എനിക്ക് കിട്ടിയതെന്ന് പറയുന്നത് പോലെ ഉള്ളൂ. ദൈവം വാസ്തവത്തിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് എനിക്ക് രക്ഷ കിട്ടിയതെന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള രക്ഷയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവം ഒരുക്കിയ രക്ഷ സൗജന്യമായിട്ട് ഏത് മനുഷ്യനും സ്വന്തമാക്കി സ്വർഗത്തിൽ പോകാം. അതുകൊണ്ട് നരകമൊരുക്കിയ ദൈവത്തെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. സൗജന്യമായ പ്രവേശനം സ്വർഗത്തിലേക്ക് ദൈവം ഒരുക്കുന്നില്ല. ഏത് മനുഷ്യനും വിശ്വാസത കരസ്ഥമാക്കാം. ഏത് മനുഷ്യനും, ഏറ്റവും ലളിതമായ ഒരു മനുഷ്യനും അത് കരസ്ഥമാക്കാം. ഒരു ബുദ്ധിമുട്ടും അതിനകത്ത് ദൈവം വെച്ചിട്ടില്ല. വിശ്വസിക്കുവാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ അത് കരസ്ഥമാക്കാം, അല്ലേ? മാത്രം മതി. ഈ ന്യായവിധിയെ കുറിച്ച് ഒന്നിട്ട് കാര്യങ്ങൾ, ആരാണ് ഈ ന്യായം വിധി നടത്തുന്നത്? നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ലോകം വെളിച്ചത്തിൽ വന്നിട്ടും വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചതാണ് ന്യായവിധി എന്ന് യോഹന്നാൻ പറഞ്ഞു. ഈ ന്യായവിധിയെക്കുറിച്ച് ധാരാളം വെളിപ്പാടുകൾ തിരുവചനത്തിലുണ്ട്. കാരണം ഇത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമാണല്ലോ. ഈ ന്യായവിധിക്കായിട്ട് ദൈവം സിംഹാസനം ഒരുക്കിയിട്ടുണ്ടെന്നുണ്ട്. സിംഹാസനം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ന്യായവിധി നടത്താനുള്ള സിംഹാസനം ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുണ്ട്. ഞാൻ വേണേ വായിച്ചേൽപ്പിക്കാം. സങ്കീർത്തനം 9:7 വാക്യം. അവിടെ സങ്കീർത്തനം 9:7 ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികളെ നേരോടെ ന്യായപാലനം ചെയ്യും. നോക്കിയേ, സങ്കീർത്തനം 9:7 വാക്യം. യഹോവ എന്നേക്കും വാഴും, ന്യായവിധിക്കായി അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു, ലോകത്തെ നീതിയോടെ വിധിക്കും. അവൻ സിംഹാസനത്തെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ന്യായവിധിയെക്കുറിച്ച് പഠിച്ചാൽ ചില വസ്തുതകൾ നമുക്ക് വ്യക്തമായി തീരുന്നുണ്ട്. ന്യായവിധി എന്ന് പറയുന്നത് നരകം യഥാർത്ഥമായിരിക്കുന്ന പോലെ, സ്വർഗം യഥാർത്ഥമായിരിക്കുന്ന പോലെ യഥാർത്ഥമായൊരു കാര്യമാണ് ഈ ന്യായവിധി. അത് സംഭവിച്ചിരിക്കും. മരണം യഥാർത്ഥമായിരിക്കുന്നത് പോലെ മരണശേഷമുള്ള ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുക. സത്യമാണ്. എന്നാൽ ദൈവം ഈ ന്യായവിധിയെക്കുറിച്ച് ധാരാളം വെളിപ്പാട് നമുക്ക് തന്നിട്ടുണ്ട്. ന്യായവിധിയെക്കുറിച്ച് ഞാൻ പരിശോധിച്ചപ്പോൾ ചില നിയമനങ്ങൾ കാണാൻ സാധിച്ചു, ചില അപ്പോയിന്റ്മെന്റ്സ്, ദൈവത്താലുള്ള അപ്പോയിന്റ്മെന്റ്സ്. ആ അപ്പോയിന്റ്മെന്റ്സ് ശ്രദ്ധിച്ചാൽ തന്നെ ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭാഗങ്ങളൊന്ന് കാണിക്കാം. ഒന്ന്, നമ്മൾ എബ്രായർ 9:27 വായിച്ചില്ലേ? മരണം ദൈവം നിയമിച്ചു, മരണാനന്തര ന്യായവിധിയും ദൈവം നിയമിച്ചു. ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ്സ് മാറ്റാൻ മനുഷ്യന് കഴിയില്ല. സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഇറ്റ് ഈസ് ആൻ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗോഡ്. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് അപ്പസ്വപ്രവൃത്തി എന്നെടുക്കാം. അപ്പസ്വപ്രവൃത്തി അതിൻ്റെ
10-ാം അധ്യായത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം നോക്കാം. വേറെ ഒരു നിയമനം അവിടെ കാണാം. 10:42 വായിക്കാണ്. വായിച്ചാൽ ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ആരെക്കുറിച്ചായി പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, നസറേനായ യേശുവിനെ കുറിച്ച്. 38-ാം വാക്യം നോക്കിയേ. നസറേനായ യേശുവിന്റെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതും കൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിധിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവനാണ്. He is appointed by God to be the judge of the living and the dead. ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന ചീഫ് ജസ്റ്റിസ് ആണ് കർത്താവായ യേശുക്രിസ്തു. അവൻ എന്തുകൊണ്ടാണ് ന്യായം വിധിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മരണം നിയമിച്ചു, മരണാനന്തര ന്യായവിധി നിയമിച്ചു, ന്യായാധിപനെയും ദൈവം നിയമിച്ചു. ഇവിടെ വായിച്ചതാണ് ന്യായാധിപൻ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് ആ വാക്യം ഇതോട് ചേർത്തൊന്ന് വായിക്കാം. അത് സംശയങ്ങളെ ദൂരീകരിക്കുന്ന ഒരു ഭാഗമാണ്. അത് നമ്മൾ വായിക്കേണ്ടതാണ്. 22-ഉം 27-ഉം വാക്യം. 22-ഉം 27-ഉം വാക്യം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇനി 27-ാം വാക്യം നോക്കി. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. നോക്കിയേ, ഇവിടെ വായിക്കുന്നുണ്ട് പിതാവല്ല ന്യായം വിധിക്കുന്നു. നമ്മൾ പല ന്യായാസനങ്ങളെ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പാപികളെ ന്യായം വിധിക്കുന്നുണ്ട്, വിശുദ്ധന്മാരെ ന്യായം വിധിക്കുന്നുണ്ട്, ലോകത്ത് ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിക്കുന്നുണ്ട്. പല ന്യായവിധികൾ വെളിപ്പെടുത്തി. എന്നാൽ ചില ന്യായാസനങ്ങൾ ആരായിരിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു, ആരാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നു, പിതാവല്ല ന്യായം വിധിക്കുന്നത്, അവനാണ് ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ അപ്പോസ്തലപ്രവൃത്തികളിലെ 10:42 വായിച്ചതാ. അവൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടെന്ന ന്യായാധിപനായി. എന്തുകൊണ്ട് നിയമിക്കപ്പെട്ടു എന്നാണ് നമ്മൾ 27-ാം വാക്യത്തിൽ ഇപ്പോൾ വായിച്ചത്. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. മനുഷ്യനെ ന്യായം വിധിക്കുന്നത് മനുഷ്യപുത്രനാണ്. അവൻ മനുഷ്യനായി തീർന്നുകൊണ്ടാണ്. അങ്ങനെ അതാണ് അതിന്റെ ആശയം. അതാണത്. അവന് മനുഷ്യപുത്രനാകിയാൽ ന്യായവിധിക്കുള്ള അധികാരം അവന് കൊടുത്തിരിക്കുകയാണ്. കാരണം മനുഷ്യന്റെ ശിക്ഷയ്ക്ക് പകരമായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ച് ആ ശിക്ഷ ഏറ്റുവാങ്ങിയ ആള് കർത്താവാണ്. അവൻ തന്നെ ന്യായാധിപതിയായി ദൈവം അവനെ നിയമിച്ചു. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന സംഭവങ്ങളുടെ തുടർക്കഥയായി തീർന്നിരിക്കുന്നു. സംശയമില്ല, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കുടിപ്പക, അഴിമതി, യുദ്ധം, ആക്രമണങ്ങൾ, ആയുധ മത്സരം, അന്തരീക്ഷ മലിനീകരണം, സ്വഭാവ മലിനീകരണം, നിയമനിഷേധം, ഭീകരപ്രവർത്തനം, ഇങ്ങനെ നമ്മെ നിരാശപ്പെടുത്തുന്ന പട്ടിക നീളുകയാണ്. ഇതിനൊക്കെ എവിടെയാണ് ഉത്തരം? കുരുന്നു ഹൃദയങ്ങളിലും ഉയരുന്ന ചോദ്യമാണിത്. തീർന്നില്ല. ഭൂകമ്പങ്ങൾ, ക്ഷാമം, മഹാരോഗങ്ങൾ, സുനാമി, കാലാവസ്ഥാ വ്യതിയാനം, ഇങ്ങനെ നമ്മെ നടുക്കുന്ന പട്ടികകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കൂടുമോ അതോ കുറയുമോ? എനിക്കറിയണം. അറിയാനുള്ള ആഗ്രഹം കൂടുന്നു. ഉത്തരം തേടി ആരിലേക്ക്, എന്തിലേക്ക് തിരിയണം? തെറ്റാത്ത ഉത്തരം പറഞ്ഞു തരാമോ? വ്യക്തമായ ഉത്തരങ്ങൾക്ക് കേൾക്കേണ്ട ചോദ്യോത്തര പരിപാടികളാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ഈ വിഷയ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD. അതെ, ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയുമിട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ P. തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. Although everything may seem stacked against you, God is on your side. He knows who you are, where you're from, and what you're up against. He will help you and deliver you. God bless you. യേശു മരിക്കുവാൻ വന്ന രാജാവാണ്. മനുഷ്യ ഹൃദയങ്ങളിൽ മാനസാന്തരം നൽകി, മാറ്റം വരുത്തി, മനഃശാന്തി നൽകി, തെറ്റുകൾ ക്ഷമിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഭരണം നടത്തുന്ന അത്ഭുത രാജാവായ യേശു ഇന്നും ജീവിക്കുന്നു. ക്രൂശിൽ മരിച്ച യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. താങ്കൾ ആരായാലും എവിടെ ഏതവസ്ഥയിലാണെങ്കിലും ജീവിതത്തിൽ വന്ന തെറ്റുകളെ ഓർത്ത് ദുഃഖിക്കുക. പരിശുദ്ധനായ ദൈവത്തിനു മുൻപിൽ നാം എല്ലാം തെറ്റുകാരും കുറ്റക്കാരും ന്യായമായിട്ടും ശിക്ഷ അറിയിക്കുന്നവരുമാണെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മരണശേഷം നമ്മുടെ പാപങ്ങളിൽ മരിക്കുമെന്നും മരണാനന്തര ജീവിതത്തിൽ ശിക്ഷയുണ്ടെന്നും പറഞ്ഞ യേശു നമുക്ക് വേണ്ടി പാപ പരിഹാരമായി പാപക്കടം കൊടുത്തു തീർത്ത് മരിച്ചു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. സന്മനസ്സുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്മൃതിനാശമില്ലാതെ ജീവിക്കുന്ന സമാധാന പ്രഭുവിനെ അറിയുവാൻ സമ്മാന ഗ്രന്ഥം നിങ്ങൾക്കും വിജയിക്കാം. നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസം ഞങ്ങൾക്ക് SMS അയയ്ക്കുക. SMS അയക്കേണ്ട നമ്പർ 9495446029 ഫോർ ബുക്സ് എന്ന് എഴുതി SMS അയയ്ക്കുക. ഈ പഠനങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ലൈഫ് ആഫ്റ്റർ ലൈഫ് ബൈ ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ പി തോമസ്. അന്ത്യനാഴിക CD വിലാസം PB നമ്പർ 4 പുതുപ്പള്ളി കോട്ടയം 686011 കേരള ഇന്ത്യ. ഇന്റർനെറ്റിൽ നിന്നും ഈ CD ഡൗൺലോഡ് ചെയ്ത് കേൾക്കുവാൻ www.peaceministry.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. Although everything may seem stacked against you, God is on your side. He knows who you are, where you're from, and what you're up against. He will help you and deliver you. God bless you.